ഇന്നത്തെ നമ്മുടെ സ്നാക്സ് റെസിപ്പി എന്ന് പറഞ്ഞാൽ വീട്ടിലെപ്പോഴും ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ ചേരുവയും അതുപോലെ 2-3 മിനിറ്റ് മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ചോറ് തന്നെയാണ്. അപ്പോൾ ഏത് അരി വെച്ചിട്ടാണോ നിങ്ങളുടെ വീട്ടിൽ ചോറ് വെക്കുന്നത് ആ അരി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മട്ടരി ആയതുകൊണ്ട് തന്നെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസ് ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. 1 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കൈ കൊണ്ടൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കിത് ചെയ്തെടുക്കാൻ മിക്സിയിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ലപോലെ ലൂസായിട്ട് അരഞ്ഞു പോവും. നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സായി കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഏത് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും കാബേജും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കുറച്ച് സവാള മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില, 1 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. നമ്മളെ കയ്യിൽ ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാം. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് 1 ടീസ്പൂണ്. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, അതുപോലെ കുറച്ചൊരു എരിവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അത്ര ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഗരം മസാലപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് അളവിന് 1/4 കപ്പ് അളവിലാണ് നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പൊടിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, കാരണം ഏത് കപ്പിലാണോ ചോറ് എടുത്തിട്ടുള്ളത് ആ കപ്പിൽ തന്നെ നമ്മൾ കടലപ്പൊടി അളന്നെടുക്കുക. കാരണം 1 കപ്പിന് 1/4 കപ്പ് എന്നുള്ള നിലക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കിതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കടലമാവ് നല്ലപോലെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അത് നമുക്ക് ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഒരു രീതിക്ക് ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നുള്ളിയിടുന്ന ആ ഒരു രൂപത്തിലും ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് തിളച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഓവർ കുക്ക് ആവാനൊന്നുമില്ല. നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള റൈസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. രണ്ട് സൈഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല കളറൊക്കെ ഇതേ രീതിക്ക് ഒന്ന് കളർ മാറുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പുറമെ നല്ല ക്രിസ്പിയോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും. സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരാണെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.